ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ അല്ലെങ്കിൽ ചെറിയ ഒരു ബഡ്ജറ്റിൽ നമുക്ക് എങ്ങനെ ഒരു വാച്ചിൻ്റെ ബിസിനസ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു വാച്ച് ബിസിനസ് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ നിലവിലൊരു വാച്ചിൻ്റെ ബിസിനസ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓഫ്ലൈൻ സ്റ്റോർ എന്നുള്ള രീതിയിൽ നമ്മൾ തൃശ്ശൂർ തന്നെ MG റോട്ടിൽ നമ്മളൊരു പുതിയ ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് നമ്മൾ ഓൺലൈൻ രീതിയിൽ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓർഡറും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പല ആളുകളും നമ്മൾക്ക് വാട്സപ്പിലും അതേപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് വിളിച്ചുകൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്, നമുക്ക് ചെറിയ മുതൽ മുടക്കിൽ എങ്ങനെ ഒരു ബിസിനസ് ചെയ്യാം, എന്താണ് അതിന് ചെയ്യേണ്ടത്, എന്ത് ബിസിനസ്സാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങിയാൽ വേണം, നല്ല മാർജിനും കിട്ടണം, അതേപോലെ തന്നെ നമുക്ക് ലോസും നഷ്ടമൊന്നും വരാത്ത രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതൊരു പുതിയ ബിസിനസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മെത്തേഡും ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒരു വാച്ചിൻ്റെ ബിസിനസ്, അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, രണ്ടും ഏത് രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു വാച്ച് ബിസിനസ്സിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ വാച്ചിൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം നല്ല മാർജിനുള്ള ബിസിനസ്സാണ്. അപ്പോൾ ഞാൻ ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാച്ചസാണ് ഞാൻ നിങ്ങൾക്ക് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഇപ്പോൾ ഈ സ്റ്റാർട്ട് ചെയ്ത ഒരു ലെവലിൽ ഞാനിപ്പോൾ കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് അത് ഓർഡർ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് വേറെ ബൾക്ക് ഓർഡറുകളൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് നമുക്ക് എടുത്തു കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ നമ്മൾ അതിൽ കുറച്ച് സ്റ്റോക്ക് മാത്രം എടുത്തിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സ്റ്റോക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. ഇപ്പം ഞാൻ ഒരു ബിസിനസ് നമ്മൾ സാധാരണ മറ്റു വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിന് ശേഷമുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബിസിനസ്സിൻ്റെ എക്സ്പീരിയൻസും കൂടിയാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല രീതിയിൽ എനിക്ക് അതിനെക്കുറിച്ച് നിങ്ങളടുത്ത് പറയാൻ കഴിയും. കാരണം ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ നോർമലി ഞാനിപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ ഒരു സമ്മാന കൂപ്പണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ അട്രാക്ട് ചെയ്തിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു നല്ല ബൂസ്റ്റിംഗ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നല്ല പ്രൊമോഷൻ രീതിയിൽ ഞാനൊരു സമ്മാന കൂപ്പണും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് സമ്മാന കൂപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതൊക്കെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അത് പറയാം. ഓക്കെ. അപ്പോൾ നമ്മളൊരു വാച്ചിൻ്റെ ബിസിനസ്, ഇപ്പോൾ ഒരു പുതിയൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ചിൻ്റെ ബിസിനസ് നമുക്ക് എങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്കൊരു 50,000 രൂപ അല്ലെങ്കിൽ ഒരു 25,000 രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പക്കയായിട്ട് നമുക്ക് ഓൺലൈൻ ബേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾക്ക് ഒരു ഇപ്പം നമ്മൾ ഏറ്റവും അടുത്തുള്ള നമ്മുടെ മാർക്കറ്റ്, ഇപ്പം ഞാൻ എടുത്തു പോയത് ബാംഗ്ലൂർ പോയിട്ടാണ് ഞാൻ സ്റ്റോക്ക് എടുത്തു വന്നിട്ട്. പക്ഷേ നമുക്ക് ശരിക്കും ഒരു വാച്ചിൻ്റെ മാർക്കറ്റ് എന്നുള്ളത് നല്ല പക്ക എന്താ പറയുക, നല്ല ബാംഗ്ലൂരിനേക്കാളും കൂടുതൽ മാർജിനോട് കൂടിയിട്ട് നമ്മൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന സ്പോട്ടാണ് ഒന്ന് ഡൽഹിയും അതേപോലെ തന്നെ മുംബൈ എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും നമ്മൾക്ക് ബൾക്ക് നല്ല ഹൈ മാർജിൻ, ഹൈ പ്രോഫിറ്റ് ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്റ്റോക്ക് പർച്ചേസിങ് ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ചൈന മാർക്കറ്റ് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെ ചൈന മാർക്കറ്റ്, നമ്മൾ ചൈന മാർക്കറ്റിൽ ഡയറക്റ്റ് പോയി പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം അലിബാബ പോലെയുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ അതിൽ വാച്ചസിൻ്റെ കാറ്റഗറീസ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ മാനുഫാക്ചേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഹോൾസെയിൽ ഡീലേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ നമുക്ക് ചാറ്റ് നമ്മൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതിന് ശേഷം നമുക്ക് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ. അലിബാബ വഴി നമുക്ക് ചൈനയിൽ പോയിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് അലിബാബ വഴി നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നിലവിൽ ഞാൻ ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഞാനത് ബാംഗ്ലൂരിലുള്ള മാർക്കറ്റിൽ പോയിട്ടാണ് ഞാൻ ആ സാധനം പർച്ചേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു മാർജിൻ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ മാർജിൻ ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു വാച്ചിൻ്റെ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഡിജിറ്റൽ വാച്ചസ് ഉണ്ട്, അതേപോലെ തന്നെ ചെയിൻ സ്റ്റാപ്സ് ഉണ്ട്, ലെതർ സ്റ്റാപ്സ് ഉണ്ട്, കോംബോ ഉണ്ട്, ലേഡീസ് വാച്ചിൻ്റെ കിഡ്സ് വാച്ചസ് ഉണ്ട്, പല വെറൈറ്റീസ് ഓഫ് വാച്ചസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക്
ഈ ഒരു 25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഓൺലൈൻ ബേസ് ചെയ്തുകൊണ്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം, അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസും, അതേപോലെ തന്നെ ഫേസ്ബുക്ക്, യൂട്യൂബൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വാച്ചസിൻ്റെ ഫോട്ടോസും അതേപോലെ തന്നെ വീഡിയോസും റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ പ്രൈസ് ലിസ്റ്റൊക്കെ അതിൽ കാണിച്ചിട്ട് ഇപ്പോൾ നമുക്കൊരു വാച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരു വാച്ചിൻ്റെ നല്ല മോഡലാണെന്നുണ്ടെങ്കിൽ ആ വാച്ച് നമുക്ക് അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് അതിൻ്റെ വില എത്രയാണെന്നുള്ളൊക്കെ ചെയ്ത് റീൽസും ഷോർട്സൊക്കെ ചെയ്തുകൊണ്ട് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് അതിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ട് നമുക്ക് അതിൽ ആവശ്യമുള്ള ആളുകളെ വാട്സപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിന് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാം. അതേ മെത്തേഡാണ് ഞാൻ ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും സ്റ്റാറ്റസൊക്കെ ഇട്ടുകൊണ്ട് അതിൽ നിന്ന് ആളുകൾ കാണുമ്പോൾ അത് ഇഷ്ടപ്പെട്ട് നമ്മൾക്ക് മെസ്സേജ് അയക്കും. ഇതിന് എത്ര രൂപയാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അവർ ആവശ്യമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പേയ്മെൻറ്റ് ഫസ്റ്റ് വാങ്ങിയിട്ട് നമ്മൾ ഒരു സ്കാനറോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് ഫുള്ള് നമ്മൾ ആദ്യം തന്നെ വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫുള്ള് നമ്മൾ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ആ ബോക്സ് ചെയ്ത് പാക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, വാച്ച് വിട്ട് കൊടുക്കാറാണ് ഇപ്പോൾ ഞാൻ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. ഇത് തന്നെ നിങ്ങൾക്കും തുടരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ നല്ലൊരു ഇൻസ്റ്റാഗ്രാമിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ എൻഗേജഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വാച്ച് നമ്മളാവുമ്പോൾ കുറച്ചും കൂടി യൂത്ത് ആയിട്ടുള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ എൻഗേജഡ് ആയിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾക്ക് ഓർഡർ എടുത്ത് നമുക്ക് വാട്സപ്പ് നമ്പർ കൊടുത്ത് നമുക്ക് വാട്സപ്പിലേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ അവരിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ മേടിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് അവർ കൊറിയർ അഡ്രസ്സൊക്കെ മേടിച്ച് നമുക്ക് കൊറിയർ വിട്ടു കൊടുക്കാം. നല്ല രീതിയിലുള്ള പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ഇഷ്ടപ്പെടും, സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ എൻ്റെ ഒരു ഷോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ MG റോഡിൽ ഞാനൊരു ചെറിയൊരു ഷോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഷോപ്പ് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം. കാരണം പല ആളുകളും എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ് ഷോപ്പ്, എന്താണ് ഷോപ്പ്, എവിടെയാണ് ഷോപ്പ്, എവിടെ വന്നാലാണ് ഇതിൻ്റെ കൂടുതൽ സ്റ്റോക്സും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുക എന്നുള്ള സംഭവം ചോദിച്ചുകൊണ്ട് വിളിക്കാറുണ്ട്. അത് മാത്രമല്ല എനിക്കൊരു ഷോപ്പായിട്ട് വേണം, എന്നൊരു ഓഫ്ലൈൻ ഷോപ്പ് സെറ്റപ്പ് വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഷോപ്പ് വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തി. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നെ ഇട്ട് തരാം. ഓക്കെ. അപ്പോൾ നമുക്ക് നിലവിൽ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10-25,000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ബേസിൽ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഒരു ഷോപ്പ് ബേസിലേക്ക് നമ്മൾ മാറുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു 3 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ഒരു ഷോപ്പ് സെറ്റപ്പ് സെറ്റ് തീർക്കാൻ കഴിയും. ഓക്കെ. നമുക്കിപ്പോൾ റൂമിൻ്റെ അഡ്വാൻസ്, അതേപോലെ തന്നെ റൂമിൻ്റെ ഇന്റീരിയലും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഷോക്കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഡിസ്പ്ലേ കൗണ്ടറുകൾ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ചിൻ്റെ ഒരു റീറ്റെയിൽ ഷോപ്പിംഗ് സെറ്റ് ചെയ്യാൻ കഴിയും. ഒരു 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമുക്കൊരു പ്രീമിയം ലുക്ക് നമ്മൾ കണ്ടിട്ടില്ല, നല്ല അടിപൊളി വാച്ചസിൻ്റെ പ്രീമിയം ഷോറൂമുകൾ പോലത്തെ. അപ്പോൾ അതുപോലെ നല്ല പ്രീമിയം സെറ്റപ്പിൽ നമുക്ക് ചെറിയ ഒരു റീറ്റെയിൽ ഷോപ്പൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നിലവിൽ നമുക്ക് വാച്ചിൻ്റെ സ്റ്റോക്ക് എടുക്കാനായിട്ട് നമുക്ക് വലിയ പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വാച്ച് എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്കൊരു നല്ല രീതിയിൽ മാർജിനുള്ള സംഭവമാണ് വാച്ച് എന്നുള്ളത്. നല്ല പ്രോഫിറ്റാണ്. നമുക്ക് വളരെ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് വാച്ചസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ചൈന പോലത്തെ മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആലിബാബ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ചൈന മാർക്കറ്റുകളിലുള്ള വാച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പല വാച്ചസും നമുക്ക് ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ള സത്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ആലിബാബയിൽ ഓൾറെഡി ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രാൻഡുകളോ വാച്ചുകളോ മോഡൽസുകളോ ഒന്നും നമുക്ക് ഈ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലൊന്നും കാണാൻ കഴിയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അതിനേക്കാളും എത്രയോ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അത്രയും മുന്നേ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആലിബാബയിൽ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ ആലിബാബയിൽ നിന്ന് നമുക്ക് അവരായിട്ട് ചാറ്റ് നമുക്ക് നല്ല രീതിയിൽ അവരെ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ അറിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സൂപ്പറായിട്ട് നമുക്ക് അവിടുന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്രഷ് മോഡൽസിനെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ ആലിബാബയിൽ എങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആലിബാബയിൽ എങ്ങനെയാണ് നമുക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആലിബാബയിൽ എങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ നിലവിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹൈ മാർജിനും നല്ല പ്രോഫിറ്റും, എന്നാൽ നമ്മൾ ആളുകൾക്ക് ഇപ്പോൾ ഒരു പുതിയ ബിസിനസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം കേടായി പോവാത്ത അല്ലെങ്കിൽ നഷ്ടം വരാത്ത
നല്ല ചെറിയ മുതൽ മുടക്കിൽ ചെറിയ ചിലവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുന്ന ഹൈ മാർജിൻ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഈ ഒരു വാച്ച് ബിസിനസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോസ് എന്ന് പറയുന്നത്, വാച്ചിൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഞാൻ തുടങ്ങിയിട്ടുള്ള, ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള, ഞാൻ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഷോപ്പ് സെറ്റപ്പ് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വേറെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റും നല്ല മാർജിനുള്ള ബിസിനസ്സാണ് വാച്ചിൻ്റെ ബിസിനസ് എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രഷ് മോഡൽസും അതേപോലെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന മോഡൽസുകളും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റിലേക്ക് ഉള്ള മോഡൽസിന് പുറമെ നമ്മളെപ്പോഴും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള മോഡൽസും വെറൈറ്റീസും എത്തിക്കാൻ ശ്രമിക്കുക. അങ്ങനെയുള്ള മോഡൽസും വെറൈറ്റീസും എത്തിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡൽഹി, മുംബൈ പോലത്തെ മാർക്കറ്റുകളിൽ എത്തണം. അതിനേ മുന്നേ നമ്മൾക്കൊരു അഡ്വാൻസ്ഡ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചൈന മാർക്കറ്റുകൾ, ഈ അലിബാബ പോലെയുള്ള ചൈന മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ഇവിടേക്ക് എത്തുന്നതിൻ്റെ മാസങ്ങൾ മുന്നേ തന്നെ അവിടുത്തെ ചൈന മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ചെറിയ ചിലവിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് തുടങ്ങാൻ കഴിയും. തീർച്ചയായിട്ടും ഒരു 100 or 150 പ്രോഫിറ്റ് മാർജിനുള്ള ഒരു സൂപ്പർ ബിസിനസ്സാണ്, ഒരു സംശയമല്ല. അത് വാച്ച് ബിസിനസ് ചെയ്യുന്ന ആളുകൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നിലവിൽ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഷുവറായിട്ട് ഈ ഒരു പ്രോഫിറ്റ് മാർജിനും അതേപോലെ തന്നെ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം. 100% വിജയം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.